സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവത്തിന്, ഞാൻ ഒരുപാട് നാളായി ദൈവത്തിനൊരു കത്തയക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ മാസത്തിലെ 16-ാം തീയതി, ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തോട് എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയണമെന്ന്. ഇന്ന് ഒരുപാട് ഭാഗ്യവതിയാണ് ഞാൻ, ഒരുപാട് സന്തോഷവതിയാണ്. അപ്പോൾ തോന്നി ദൈവത്തിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയണമെന്ന്. കാരണം ദൈവത്തിനറിയാലോ, കഴിഞ്ഞ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ജോലിക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ജോലിയിൽ നിന്ന് ഞാൻ റിയാലിറ്റി മനസ്സിലാക്കുകയായിരുന്നു. ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലുതായി ഒന്നും നേടാൻ പറ്റില്ല എന്ന റിയാലിറ്റി. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് നേടാൻ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ജോലി ചെയ്തിട്ട് ഒന്നും വലുതായി നേടാൻ പറ്റില്ലെന്ന യാഥാർത്ഥ്യം. അങ്ങനെ അതിനുശേഷം ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു, മറ്റു പല കാര്യങ്ങളും സൈഡായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. എനിക്ക് കുറേ കടങ്ങൾ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു നല്ല കാലം വരുമെന്നുള്ളത്. ദൈവം പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന് എന്തെങ്കിലും എനിക്ക് തരാൻ തീരുമാനിച്ചാൽ അത് നേരിട്ട് ദൈവം കൊണ്ട് തരില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഒരിക്കലൊരു ദിവസം എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നെ കാണാൻ വന്നു. ഒരു പുതിയ അവസരത്തെക്കുറിച്ച് കേൾക്കാനായി എന്നെ എറണാകുളത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഞാൻ ആദ്യം പോകാതിരിക്കാൻ ഒരുപാട് ഒഴിവുകൾ പറഞ്ഞു, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി, ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരമാണെങ്കിലോ. എനിക്കതൊരു ദൈവദൂതൻ പറഞ്ഞ പോലെ തോന്നാൻ തുടങ്ങി. ഞാൻ അവനെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവിടെ അന്ന് അവർ പറഞ്ഞത് 8 മാസം കൊണ്ട് 2 കോടി രൂപ നേടാനുള്ള ഒരു വലിയ അവസരത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ എനിക്കതിൽ നിന്നൊരു റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ ഒരു 2 കോടി രൂപ നേടാനായി പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാനതിൽ ഇറങ്ങിത്തിരിച്ചു. എനിക്ക് നഷ്ടമൊന്നും വരാനില്ല. ഇനി നേടിയിട്ടൊന്നുമില്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അവർ പറഞ്ഞത് എൻ്റെ കുറച്ച് ഫ്രീ ടൈം ഉപയോഗിച്ചാൽ നേടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഫ്രീ ടൈമിൽ ആ മാസത്തിൽ 5 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. കാരണം ജസ്പെയ്ഡ് ഇന്റർനാഷണലിൽ കമ്പനിക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരു 5 പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട് 5 ഹോട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അവരാദ്യം ആവശ്യപ്പെട്ടത്. അവർ പറഞ്ഞത് മൊത്തം 3905 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ 2 കോടി രൂപ നേടാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ ഞാൻ നേരിട്ടതിൽ ചെയ്യേണ്ടത് വെറും 5 കസ്റ്റമേഴ്സിനെ മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ 5 കസ്റ്റമേഴ്സിനെ ലഭിക്കാനായി ഒരുപാട് എഫേർട്ട് എടുത്തു. കുറേ പേരെന്നെ കളിയാക്കി, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു കാറ് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, നല്ലൊരു വീട് പണിയണം ആഗ്രഹമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു ജീവിത സാഹചര്യം കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ
എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞാൻ മുടിവെച്ചിരിക്കുകയായിരുന്നു. കാരണം അതിനുള്ള വരുമാനം എനിക്കില്ലായിരുന്നു. പക്ഷെ ഈയൊരു അവസരം വന്നപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് 2 കോടി രൂപയ്ക്കുള്ള ക്ലാരിറ്റിയെക്കുറിച്ചായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി. എൻ്റെ ഒന്നാമത്തെ ക്ലാരിറ്റി കടം വീട്ടുക എന്നത്, രണ്ടാമത്തെ ക്ലാരിറ്റി കാറ് വാങ്ങുക എന്നത്, മൂന്നാമത്തെ ക്ലാരിറ്റി വീട് വാങ്ങുക എന്നത്. അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ 1,90,00,000 രൂപയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ബാക്കി 10 ലക്ഷം രൂപയുണ്ടായിരുന്നത് എൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും തീരുമാനിച്ചു. അതും നോക്കിയപ്പോൾ 2 കോടി കറക്റ്റായി. പിന്നെ എൻ്റെ ആവശ്യം ഈ 2 കോടി രൂപ എങ്ങനെ നേടിയെടുക്കാമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ആ 2 കോടിക്ക് വേണ്ടി ചെയ്തത് ആ 5 സെയിൽ പാറ്റേൺ ആയിരുന്നു. കാരണം ഒരു 58 പേരിയോളം കാണേണ്ടി വന്നു എനിക്ക് ഈ 5 സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട്. ആ 5 സെയിൽ ക്ലോസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതെൻ്റെ ഹോട്ട് കസ്റ്റമേഴ്സ് ആണെന്നാണ്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം, നമ്മളൊരു കസ്റ്റമറെ ആദ്യം കാണുമ്പോൾ അവർ സ്ട്രേഞ്ചർ ആണെന്നുള്ളതും അവർ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വോം കസ്റ്റമർ ആണെന്നും നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹോട്ട് കസ്റ്റമേഴ്സായി മാറുന്നു. അങ്ങനെ ഞാൻ 5 ഹോട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് അവർ പറഞ്ഞത് ആ മാസം തന്നെ ഈ 5 ഹോട്ട് കസ്റ്റമേഴ്സിനെയും കൊണ്ട് വയനാട്ടിലേക്ക് എത്തിച്ചേരാനാണ്. അങ്ങനെ ഞാൻ ആ 5 ഹോട്ട് കസ്റ്റമേഴ്സിനെയും കൊണ്ട് വയനാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഞാൻ കാണുന്നത് വലിയൊരു ആൾക്കൂട്ടത്തെയാണ്. 2000 പേര് പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാം. അത്രയും പോസിറ്റീവ് എനർജിയുള്ള ആളുകളെയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ സ്റ്റേജിലേക്ക് കമ്പനിയുടെ MD-യും ചെയർമാനും വന്ന് അതിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ അത് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ വന്ന 5 പേരും ഞാൻ അറിയാതെ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അങ്ങനെ അവരും അതിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ അവർ 5 പേരും മിനിമം ഓരോ 1,00,000 രൂപയുടെ ഷെയർ എടുത്തു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം. പക്ഷെ ഞാനാണ് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതിൻ്റെ പേരിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 30,000 രൂപ വരികയുണ്ടായി. അതുകൂടാതെ അതിനു മുൻപ് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ 5 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് 20,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എനിക്ക് ആ മാസം 50,000 രൂപ ലഭിച്ചു. അന്നവർ ജസ്പെയ്ഡിൽ പറഞ്ഞു 5 കസ്റ്റമേഴ്സ് രണ്ടാമത് വാങ്ങിക്കഴിഞ്ഞാൽ അവർ ക്ലയൻ്റായി മാറുമെന്ന്. അപ്പോൾ ആദ്യം വാങ്ങുമ്പോൾ കസ്റ്റമറും രണ്ടാമത് വാങ്ങുമ്പോൾ അവർ ക്ലയൻറ്റുമായിട്ട് മാറും. അപ്പോൾ എനിക്ക് 5 ക്ലയൻറ്റിനെ കൂടി അവിടെ ചെന്നപ്പോൾ ലഭിച്ചു. കാരണം ഞാൻ പോയപ്പോൾ ഒരു കസ്റ്റമറായിരുന്നു, അവിടെ പോയപ്പോൾ ക്ലയൻ്റായിട്ട്